مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ നമ്മുടെ ഈ മഹത്തായ ഈ ആത്മീയ സംഗമത്തിൻ്റെ ഈ മഹല്ലത്തിൻ്റെ ഈ പരിപാടിയുടെ വലിയ നേതൃത്വം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മഹാനരായ സാരഥി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ പരമ്പര അഹ്ലുബൈത്ത് കുടുംബത്തിലെ മഹാനരായ കണ്ണി പ്രഗൽഭ പണ്ഡിതരും സുഫിവര്യരും നമ്മുടെ ആത്മീയ നേതാവും കൂടിയായിട്ടുള്ള മഹാനരായ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങളവർകൾ നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ പ്രാരംഭത്തിൽ ഭക്തിനിർഭരമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ മഹാനരായ സയ്യിദ് ബഹുമാനപ്പെട്ട ഖമറുദ്ദീൻ തങ്ങളവർകൾ സയ്യിദ് നിസാമുദ്ദീൻ തങ്ങളവർകൾ നമ്മുടെ ഈ മഹത്തായ പരിപാടി ഹ്രസ്വമാണെങ്കിലും പ്രൗഢമായ അർത്ഥഗർഭമായ ആത്മീയ ഉപദേശം നൽകി മനോഹരമായ നിലക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അഹ്ലുബൈത്ത് കുടുംബത്തിലെ മഹാസാന്നിധ്യം നമ്മുടെയൊക്കെ എല്ലാമായ മഹാനരായ തങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ ആലൂർ, നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ പ്രാരംഭത്തിൽ സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട മുഹമ്മദ് ആരിഫ് സാഹിബ്, ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ ഈ മഹല്ലത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുറഹിമാൻ ഹാജി സാഹിബ്, മറ്റു വേദിയിലും സദസ്സരും ഇരിക്കുന്ന നേതാക്കളെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, പരിപാടി ശ്രദ്ധിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനികൾ, അല്ലാഹു റബ്ബു തആല അവന്റെ മഹലായ ഫദല് കൊണ്ട്, അവന്റെ മഹാന്മാർ, അവന്റെ മഹാത്മാക്കളുടെ ബർക്കത്ത് കൊണ്ട് വിശിഷ്യ നമ്മുടെ ഈ നാടിന്റെ അഭിമാനമായി, വെളിച്ചമായി, ബർക്കത്തായി ഈ മണ്ണിലെന്തി ഉറങ്ങുന്ന മഹാനരായി സയ്യിദുന വലിയുള്ളാഹി ഫഖ്റുദ്ദീൻ തങ്ങളവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മളിൽ നിന്ന് ഈ സംഗമം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നിങ്ങൾ ആമീൻ ചെല്ലാത്തത് കേൾക്കാത്തതാ അല്ല ചെല്ലാത്തതാ? കേൾക്കാത്തതാ? കേൾക്കട്ടെ, കുറച്ച് വെച്ചു ചെല്ലി. നല്ലൊരു ജിഗറിൽ, ഒരു ഉന്മേഷത്തിൽ, ഒരു റാഹത്തിൽ. ഇത് സ്വർഗത്തിന്റെ തോപ്പാണ്, ഇൽമിന്റെ മജ്ലിസാണ്. നിങ്ങളെ കൂടെ ആമീൻ ചെല്ലാൻ, നിങ്ങളെ ആമീനെ എങ്ങനെങ്കിലും അള്ളാഹുവിനെ കൊണ്ട് സ്വീകരിപ്പിക്കണമെന്ന് കരുതി അള്ളാഹുവിന്റെ നല്ലവരിൽ നല്ലവരായ മഹാന്മാരായ മഹാത്മാക്കളായ മലായികത്യങ്ങൾ, നിങ്ങളെ ഇടതും വലതും മുന്നിലും പിന്നിലുമെല്ലാം ഇരിക്കുന്ന മഹത്തായ സംഗമം, മഹാനരായ വലിയുള്ളാഹി സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങൾ അടക്കമുള്ള അള്ളാഹുവിന്റെ മഹാത്മാക്കളെല്ലാം കൊണ്ടും വീഴിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ആത്മീയമായ അദൃശ്യമായ സാന്നിധ്യമുള്ള സംഗമം, ഒരുപാട് മുഅ്മിനീങ്ങൾ കൂടിയ ഒരു മുബാറക്കായ മജ്ലിസാകുന്ന സംഗമം. അപ്പൊ ഇത് ചെറിയൊരു മജ്ലിസ് അല്ല. അവയെല്ലാം കൊണ്ടും നല്ലൊരു റാഹത്തില്, ഒരു ഉന്മേഷത്തില് സലാത്തുകളും മാമീനും ഒക്കെ നല്ല ഉഷാറില പറഞ്ഞിട്ട് ഒരു ഇത്തിരി നേരം നിങ്ങൾ ഇരുന്ന് സഹകരിക്കണം. അല്ലാഹു ഇതിനേക്കാളേറെ റാഹത്തില് അവന്റെ സ്വർഗ്ഗലോകത്ത് ഞങ്ങളെ ഹിസാബില്ലാതെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആ മഹാന്മാരോടൊപ്പമുള്ള മഹയ്യത്തും സുഹബത്തും അവരോടൊപ്പമുള്ള നാളെ സ്വർഗ്ഗലോകത്തിന്റെ ജിവാരിയത്തും എല്ലാം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, ആമുഖം നീട്ടുന്നില്ല, അതിന് അവസരമില്ല. ബഹുമാനപ്പെട്ട തങ്ങളവറുകളോട് ചോദിച്ചു എത്ര മണി വരെ പോവാന്ന്. 9:30 മണിയായി. അപ്പോ എത്ര മണി വരെ പോവാന്ന് ചോദിച്ചിട്ടാകുമ്പോ തങ്ങൾ പറഞ്ഞു കുറെ വേലൊന്നും വേണ്ട, കുറച്ച് മതി, ഒരു 11:30 മണി വരെ. എനിക്കത് പെട്ടെന്ന് പൊട്ടിയില്ല. ഭയ ഞാൻ ആലോചിച്ചു, അതല്ലെങ്കിൽ അങ്ങനല്ലേ, 2 മണിക്കൂർ ആയില്ല, പിന്നെ കുറച്ചെന്ത്. തങ്ങളും അങ്ങനെ ഒരു അറിയാത്ത മാതിരി പറഞ്ഞിട്ട് അങ്ങനെ മിണ്ടാണ്ടിരുന്നു. എനക്കും അതിലൊരു പുതുമ തോന്നിയില്ല. ഭയ കുറച്ച് നേരം ആകുമ്പോഴാണ് എനിക്ക് പൊട്ടിയത്. ഇപ്പൊ എല്ലായിടത്തും പോലെ ആയില്ല, പിന്നെ കുറച്ചെന്ത്. ഏതുവാകട്ടെ, നിങ്ങൾക്കോ നമുക്കൊക്കെ കുറച്ചാണെങ്കിലും ഒരു ഇത്തിരി നേരം ആണെങ്കിലും ഞാൻ കുറെ നീട്ടുന്നില്ല. തങ്ങളവர்கள் പറഞ്ഞ സ്ഥിതിക്ക് ഏതായാലും കുറക്കുന്നുമില്ല. അല്ലാഹു ഹക്ക് പോലെ പറയാനും ആ പറയുന്നത് എനിക്കും പിന്നീട് കേൾക്കുന്നവർക്ക് ഉപകാരപ്പെടാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാളെയും മറ്റന്നാളൊക്കെ മഹാന്മാരായ വലിയവരായ സാദാത്യങ്ങൾ, തങ്ങന്മാർ, പണ്ഡിതന്മാർ, മഹാന്മാർ, ഈ സമുദായത്തിന്റെ വലിയവരായ നേതാക്കളൊക്കെ ഇവിടെ വരുന്നത് കൊണ്ട് വിശിഷ്യ നാളെയല്ല മറ്റന്നാൾ രാത്രി പാതിരാ നേരം കഴിഞ്ഞ് മഹാനരായ മുഹീദ്ദീൻ ശൈഖ് തങ്ങളവരുടെ പേരിലുള്ള മഹത്തായ കുത്തുബിയ്യത്ത് വലിയുള്ളാഹി ഫഖ്റുദ്ദീൻ തങ്ങളവരുടെ നേതൃത്വത്തിൽ അന്ന് നടന്നു വന്നിരുന്ന, ഇന്ന് സൈനുൽ ആബിദീൻ തങ്ങളവരുടെ പേരിൽ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആയിരങ്ങൾ പതിനായിരങ്ങൾ സംബന്ധിക്കുന്ന മഹത്തായ ദിക്ർ മജ്ലിസ്, അതൊക്കെ പറ്റുന്ന പാതിരാത്രി കഴിഞ്ഞ ശേഷം നടക്കുന്ന പരിപാടി ആയതുകൊണ്ട്, സുബഹി ബാങ്ക് വരെ തുടർന്നു പോകുന്ന പരിപാടി ആയതുകൊണ്ട് കുറെ നീട്ടുന്നതിൽ അർത്ഥമില്ല.
ഏതുവാകട്ടെ അള്ളാഹു ഞങ്ങളെ സംഗമം കബൂലാക്കട്ടെ. ബഹുമാനപ്പെട്ട ആലൂർ തങ്ങൾ ഞങ്ങൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത മഹാനരായ തങ്ങൾ അവർ പറഞ്ഞതുപോലെ മനസ്സിന് എന്തൊന്നില്ലാത്തൊരു സമാധാനം, ഒരു റാഹത്ത്. ഈ കമ്പൗണ്ട് കടന്നിട്ട് ഉള്ളിലേക്ക് വരുമ്പോ ആ പുതിയ ദ്വാര, ആ കമാന കടന്നിട്ട് ആ ഗേറ്റ് കടന്നിട്ട് അകത്തേക്ക് വന്നിട്ടാകുമ്പോ മഹാനരായ വലിയുള്ളാഹി ഫഖറുദ്ദീൻ തങ്ങളുടെ പരിശുദ്ധമായ മസാറില് ആ തിരുഹദ്റത്തിൽ ആ സന്നിധിയിൽ ചെന്നിട്ട് ഒരു ഫാത്തിഹ ഓതിയിട്ടൊന്ന് സിയാറത്ത് ചെയ്യുമ്പോ മനസ്സിന് എന്തോ ഒരു സമാധാനം, എന്തോ ഒരു റാഹത്ത്. ആരോ കൂടെയുള്ളതുപോലെ, കാര്യങ്ങളെല്ലാം ശരിയായതുപോലെ, പ്രശ്നങ്ങളും പ്രയാസങ്ങളെല്ലാം മാറിയതുപോലെ, തലക്ക് മുകളിൽ നിന്ന് വലിയൊരു ഭാരം താഴോട്ടിറങ്ങിയതുപോലെ. അതങ്ങനെയാണ് മഹാന്മാരുടെ സാന്നിധ്യമുള്ളിടത്ത് അള്ളാന്റെ പ്രത്യേകമായ സക്കീനത്തുണ്ട്, സമാധാനമുണ്ട്, അള്ളാന്റെ ബർക്കത്തുണ്ട്, അള്ളാന്റെ സഹായമുണ്ട്. മഹാന്മാരെ കൊണ്ടുള്ള നേട്ടം അതാണ്. അതുകൊണ്ടാ മുസ്തഫ നബി തങ്ങൾ പറഞ്ഞ അൽ മർഉ മഅ മൻ അഹബ്ബ, നിങ്ങൾ സ്നേഹിക്കുന്നവരെ കൂടെയാ എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ അനുകൂലവും നിങ്ങളെ കൂടെയുണ്ട്, അവരെ കൊണ്ടുള്ള ബർക്കത്ത് നിങ്ങളെ കൂടെയുണ്ട്, അവരോടൊപ്പമുള്ള മയ്യത്ത് സുഹബത്ത് സാമീപ്യം നിങ്ങൾക്കുണ്ട്, ദുനിയാവിലുമുണ്ട് ആഖിറത്തിലുമുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടാണല്ലോ പറയുന്നത്. 3 കാര്യം. തെമ്മാടികളെ വിളിച്ചിട്ടല്ല, കാഫിരീങ്ങളെ വിളിച്ചിട്ടല്ല, മുസ്ലിം അല്ലാത്തവരെ വിളിച്ചിട്ടല്ല, മുഅ്മിനല്ലാത്തവരെ വിളിച്ചിട്ടല്ല. മുഅ്മിനായ ഈമാൻ ഉറച്ച മനുഷ്യനോട്, ഈമാനുള്ള മനുഷ്യനോട് അല്ലാഹു തആല കർക്കശമായി, കണ്ടീഷനായി 2 കാര്യം പറയുന്നു. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ തഖ്വയുള്ളവരാകണം, അല്ലാഹുവിനെ നല്ലോണം പേടിക്കുന്ന ഭക്തിയുള്ളവരാകണം, ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവരാകണം. ഒരിത്തിരി പോലും ശറഇന്റെ നിയമങ്ങൾ ഹലാല് ഹറാമ് നോക്കാതെ ശറഇന്റെ നിയമങ്ങൾ ഒരിത്തിരി പോലും മറികടക്കുന്നവരാകരുത്. എല്ലാം കൊണ്ടും നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാകണം, സൂക്ഷ്മതയോടെ ജീവിക്കുന്നവരാകണം, തഖ്വയുള്ളവരാകണം. ഇത് മുഅ്മിനീങ്ങളോടാ വിളിച്ചിട്ട് പറയുന്ന. അപ്പൊ തഖ്വയാകണമെങ്കിൽ ആദ്യം ഈമാൻ വേണം. ഈമാൻ ഉണ്ടായാൽ മാത്രം പോരാ, തഖ്വയും വേണം. അത് 2 കൂടുമ്പോഴേ ഈമാനാകുന്നത്, തഖ്വയാകുന്നത്. എന്നിട്ട് അല്ലാഹു തആല പിന്നെ പറയുകയാണ്, വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ നല്ലവരെ കൂടെ കൂടണേ. ഞാൻ ആള് തികഞ്ഞോ, ഞാൻ ആള് ഫുള്ളായി, ക്ലിയറായി, ഖത്തമായി, ഖലാസായി, എന്നിൽ ഈമാനുണ്ട്, തഖ്വയുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെ നേരെ പോകാൻ കഴിയില്ല. നിങ്ങൾക്ക് അങ്ങനെ അല്ലാഹുവിലേക്ക് ചേരാൻ കഴിയില്ല. അല്ലാഹുവിലേക്ക് എത്താൻ, അവന്റെ പൊരുത്തം കരസ്ഥമാക്കാൻ, അല്ലാഹുവിന്റെ സ്വർഗത്തിലെത്താൻ, പരലോകം രക്ഷപ്പെടാൻ കേവലം ഈമാൻ പോരാ, തഖ്വ മാത്രം പോരാ. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ നല്ലവരെ കൂടെ ചേരുകയും വേണോ. ഞങ്ങൾക്ക് അല്ല മതീന്ന്, അല്ല പോരാന്ന് അല്ല തന്നെ പറയുന്നു. ഞാൻ മാത്രം നിങ്ങൾക്ക് പോരാ, എന്റെ നല്ലവരായ അടിമകളും നിങ്ങളെ കൂടെ വേണോ. അപ്പോഴാണ് ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാന്ന്, അപ്പോഴാണ് നിങ്ങൾ എന്റെ കൂടെ വരുന്നത്, അപ്പോഴാണ് ഞാൻ നിങ്ങളെ പരിഗണിക്കുന്നത്, ഏറ്റെടുക്കുന്നത്, അപ്പോഴാണ് നിങ്ങളെ ഈമാനാകുന്നത്, ആ സമയത്താണ് നിങ്ങളെ തഖ്വയാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ നല്ലവരോടൊപ്പം കൂടണം, നിങ്ങൾ സത്യവാന്മാരോടൊപ്പം ചേരണം, നിങ്ങൾ അല്ലാഹുവിന്റെ മഹാത്മാക്കളോടൊപ്പം വേണം, ഔലിയാക്കന്മാരെ കൂടെ വേണം, അവരെ പിരിശം വെക്കുന്നവരാകണം, അവരെ ആദരിക്കുന്നവരാകണം, അവരെ സ്നേഹിക്കുന്നവരാകണം. പ്രത്യേകിച്ച് ഇവിടെ കിടക്കുന്ന മഹാനർ കേവലം ഒരു വലിയല്ലല്ലോ, കേവലം അല്ലാഹുവിന്റെ ഒരു വലിയ മാത്രമല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ പരമ്പര, അഹ്ലു ബൈത്ത് കുടുംബത്തിലെ മഹാനരായ നേതാവല്ലേ, മുസ്തഫായ നബി തങ്ങളുടെ ചോര, അവിടുത്തെ രക്തം സിരകളിൽ ഓടിക്കൊണ്ടിരുന്ന മഹാനരല്ലേ, സയ്യിദല്ലേ. അവരെ മറക്കാൻ മുഅ്മിനീങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല. അഹ്ലു ബൈത്തിനെ മറന്നിട്ട് ഒരു പരിപാടിയുമില്ല. അത് അവരുടെ വമ്പത്തരവല്ല, ഞങ്ങളോട് അല്ലാഹു തആല പറഞ്ഞ കണ്ടീഷൻ മാത്രമാണ്. അത് നബി തങ്ങളെ ചോരയാണ്. അത് എത്ര കണ്ട് ചെറിയവരായാലും, എത്ര കണ്ട് മോശക്കാരായാലും, എത്ര കണ്ട് വലിയവരായാലും, അത് നബി തങ്ങളെ ചോരയാണ്. അവരെ മറക്കരുത്. അല്ലാഹു തആല നബി തങ്ങളോട് വിളിച്ചിട്ട് പറഞ്ഞെന്തറിയോ, നബിയെ ഖുൽ, അവരോട് പറയണം,
ഈ സമുദായത്തോട് പറയണം, തുകലെടുക്കക്കാരോട് പറയണം, മറുനാട്ടുകാരോട് പറയണം, ഈ ലോകത്തോട് പറയണം, നിങ്ങളെ ഉമ്മത്തിനോട് പറയണം, ലാ അസ്അലുക്കും അലൈഹി അജ്റാ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. പറയണം നബിയെ അവരോട്, എന്തെന്ന്? ലാ അസ്അലുക്കും അലൈഹി അജ്റാ. ഈ പരിശുദ്ധമായ ദീനി ദഅവത്തിന്റെ പേരില്, ഈ ദീനി പ്രബോധനത്തിന്റെ പേരില്, നിങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചതിന്റെ പേരില് ഒരുപാട് ത്യാഗങ്ങൾ, കട്ടപ്പാടുകൾ സഹിച്ച ഞാൻ നിങ്ങളെ അല്ലാഹുവിന്റെ ദീൻ എത്തിച്ചതെന്നതിന്റെ പേരില് ലാ അസ്അലുക്കും അലൈഹി അജ്റാ. നിങ്ങളോട് ഞാൻ ശമ്പളം ചോദിക്കുന്നില്ല, കൂലി ചോദിക്കുന്നില്ല, കമ്മീഷൻ ചോദിക്കുന്നില്ല, എനക്ക് അതിന്റെ പേരിൽ പൈസ വേണ്ട. അപ്പൊ പിന്നെ ഈ വയല് പറഞ്ഞ ഇത്ര പൈസ തരണമെന്ന് ഒരിക്കലും കണ്ടീഷൻ ആക്കാനും പാടില്ല. ആരും ആക്കിയിട്ടില്ല തക്കതീറൻ, ഉദാഹരണം പറഞ്ഞ. ഇനി കണ്ടീഷൻ ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നവർ കുറക്കാനും പാടില്ല. അല്ല, രണ്ടും ഇരുന്നോട്ട്, രണ്ടും പോണല്ലോ. ഏതായാലും അതിൽ അള്ളാന്റെ ദീനിന്റെ പ്രബോധനത്തിന്റെ പേരില് ഇത്ര വേണോ, ശമ്പളം വേണോ? നബി തങ്ങളോട് പറഞ്ഞത് എങ്ങനെയാ? നബിയെ പറയരുത്, ലാ അസ്അലുക്കും അലൈഹി അജ്റാ. ഇല്ല, ഞാൻ നിങ്ങളോട് ദീനി പ്രബോധനത്തിന് കൂലി ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് നേരിന്റെ വഴി കാണിച്ചു തന്നത് ഞാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മദനം നിങ്ങളിലേക്ക് ഓടിച്ചു തന്നവൻ ഞാനാണ്. അല്ലാഹുവിന്റെ തൗഹീദ് എത്തിച്ചു തന്നവൻ ഞാനാണ്. അല്ലാഹുവിലേക്ക് നിങ്ങളെ വഴി നടത്തിയവൻ ഞാനാണ്. അതുകൊണ്ട് അതിന്റെ പേരിൽ എനിക്ക് ഇത്ര ശമ്പളം വേണോ, കൂലി വേണോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. എന്നാലും നിങ്ങൾ ഒരു കാര്യം ചെയ്യണം കേട്ടോ, സമുദായമേ, നാട്ടുകാരെ, ഉമ്മത്തിങ്ങള്, ഞാൻ നിങ്ങളോട് ശമ്പളം ചോദിക്കുന്നില്ല, ശമ്പളം നിങ്ങൾ തരികയും വേണ്ട. എന്നാലും നിങ്ങൾ ഒരു കാര്യം നിർബന്ധമായിട്ടും ചെയ്യണം, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. എന്റെ മക്കള്, എന്റെ പിരിശപ്പെട്ട അഹ്ലു ബൈത്തിന്, എന്റെ തങ്ങന്മാര്, നിങ്ങൾ പിരിശം വെക്കണേ. എനിക്ക് നിങ്ങൾ തരുന്ന കൂലിയതാണ്, എന്നോട് കാണിക്കുന്ന പിരിശപ്പാടതാണ്, എനിക്ക് തരുന്ന ദക്ഷിണേതാണ്, എനിക്ക് തരുന്ന ശമ്പളം അതാണ്. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. അവരോട് നിങ്ങൾക്ക് കണക്കും കയ്യുമില്ലാത്ത പിരിശപ്പാട് വേണം. അതന്നെയാ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അവർ എന്റെ കുടുംബമാണ്, അവർ എന്റെ ചോരയാണ്, അവർ എന്റെ രക്തം സിരകളിൽ ഓടുന്നവരാണ്. അവരെ മറന്നിട്ട് ഞങ്ങളെ നിസ്കാരം പോലും സഹിയല്ലല്ലോ. എത്ര വലിയ കബറന്മാരാണെങ്കിലും ചില ആൾക്കാർ ചോദിക്കലുണ്ട്, ഓർക്കത്തെ കൊമ്പുണ്ടാന്ന്. നീ കൊമ്പുണ്ടാന്നാ അല്ലെങ്കിൽ ഇരുമ്പുണ്ടാന്നാ ആണിണ്ടാന്നാ എന്ത് കേട്ടിട്ട് വലിയ ആളാണെങ്കിലും നീ ഓരെ മറക്കാൻ കഴിയാ. ഓർക്ക് കൊമ്പുണ്ടോ ഇല്ല നമുക്കറിയാല. ഏതായാലും കൊമ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ അവരെ മറക്കാൻ കഴിയാ. മറന്നുണ്ടെന്ന് നിസ്കാരം ചെയ്യല്ല. നമ്മൾ ഈ പുത്തനവാദികൾ പറയലുണ്ടല്ലോ, തങ്ങം മറിഞ്ഞെന്ന കൗമേ ഇല്ല. അവർക്കിപ്പൊ തങ്ങായത് ബുക്ക് പ്രകാശനം ചെയ്യാൻ. അവർ പണ്ടൊക്കെ എഴുതിയത് അങ്ങനെ, തങ്ങന്മാരും ചെന്ന് കൂട്ടറയില്ല. അത് കർബലയിൽ തീർന്നിനി. അത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും കുടുംബത്തെയുമായി യസീദിന്റെ പട്ടാളം അവിടെ അറുകൊല ചെയ്തു, അവിടെ കൊന്നു. അതോടുകൂടി തങ്ങന്മാരുടെ പരമ്പര ഖത്തം, ഖലാസ് എന്ന് പറഞ്ഞവരാണ് ഇവിടെയുള്ള വഹാബി പുത്തനവാദികൾ. ഞാൻ വിഭാഗീയത പറയല്ല, ഞാൻ അങ്ങനെ പാർട്ടി പറയുന്ന ആളുമല്ല. എന്നാലും പറയട്ടെ, അവരോടുള്ള ബഹുമാനം നല്ല പോലെ ശ്രദ്ധിക്കണം. ഇവിടെയുള്ള പുത്തൻവാദികള്, ഇവിടെയുള്ള നൂതനവാദികള്, ഇവിടെയുള്ള ബിദഅത്തിന്റെ കക്ഷികള്, ഈ ഉമ്മത്തിന്റെ അവാന്തരക്കാർ, അവരോട് നല്ല നിലക്കൊരു ഉപദേശം പറയട്ടെ. തങ്ങന്മാർ എന്നുള്ള കൂട്ടർ അവർ ആ കർബലയിൽ അവസാനിച്ചിട്ടില്ല. ലോകാവസാനം വരെ അവർ ഈ ലോകത്തുണ്ട്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞെന്തറിയാ, മഹ്ദി, അവസാന കാലത്ത് ഇറങ്ങുന്ന ഇമാം മഹ്ദി, ഇസ്മുഹു ഇസ്മി വസ്മു അബീഹി ഇസ്മു അബീ ഖാല റസൂലുള്ളാഹ്. ഇമാം മഹ്ദി തങ്ങള്, മുഹമ്മദുൽ മഹ്ദി തങ്ങള്, മുഹമ്മദ് ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു തങ്ങള്, ഇമാം മഹ്ദി അവറുകള്. മഹാനരുടെ പേര് മുഹമ്മദ് എന്നാണ്, ബാപ്പാന്റെ പേര് റസൂലുള്ളാന്റെ ബാപ്പാന്റെ പേര് അബ്ദുല്ലാ എന്നതുപോലെ ഇമാം മഹ്ദി തങ്ങളെ ബാപ്പാന്റെ പേരും അബ്ദുല്ലാ എന്ന് തന്നെയാണ്. ആ ഇമാം മഹ്ദി ആരറിയുമോ? ഹുവ മിൻ ഇത്രതി, അതെന്റെ
അതെന്റെ കുടുംബമാണ്, അതെന്റെ അഹ്ലു ബൈത്താണ്, അത് തങ്ങളാണ്. പിന്നെങ്ങനെയാ കർബലയിൽ തീരല? ഏതോ ഒരു ചങ്ങായി പ്രസംഗിക്കുന്ന ക്ലിപ്പേ ഉണ്ട്, പേരൊന്നും പറയില്ല, ഒരു വലിയൊരു ബട നൂതനവാദി. അയാൾ പ്രസംഗിക്കുന്നുണ്ട്, തങ്ങന്മാരും ചില അങ്ങനെ ഒരു പ്രത്യേകമായ വിഭാഗമില്ല, ഒരു സ്പെഷ്യൽ കൗമില്ല, എല്ലാവരും തങ്ങന്മാർ തന്നെ, ഈ കേൾക്കുന്ന നിങ്ങളും തങ്ങൾ തന്നെ, ഈ പറയുന്ന ഞാനും തങ്ങൾ തന്നെ, ലാൽ കൃഷ്ണ അഡ്വാണിയും തങ്ങൾ തന്നെ. സിദ്ധറാമയ്യനെ കൂട്ടിനെയും പിന്നെയും അല്ല പൊറുക്കട്ടി അല്ലേ? കാരണം അയാൾ നല്ലൊരു മനുഷ്യനാണ്. എന്തെങ്കിലും പാപത്തിന്റെ ഓർക്ക് 2000 രൂപയും കറണ്ടിന്റെ ബില്ല് കുറച്ച് കമ്മിയല്ലാക്കി. ഈ ലാൽ കൃഷ്ണൻ തക്കിനെ ഉള്ള പള്ളിനെ പൊളിച്ചിട്ട് പെണ്ണൂറാക്കിന്നല്ലാതെ. അപ്പൊ എന്തോ ഓരുടെ ഒരു ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ അത്രവേ അവിടേക്ക് പോകലെന്നാവും. അതിന്റെ ഇടയിൽ എത്ര ഗ്യാപ്പ് ഉണ്ട്. യു പിക്ക് പോകണമെങ്കിൽ കർണാടക കടന്നിട്ട്, കേരളം കടന്ന്, തലപ്പാടി കടന്ന്, കർണാടക കടന്നിട്ട് യു പിക്ക് പോകണമെങ്കിൽ ഓന്റെ നാവിന്റെ ഉദ്ധം അവിടേക്ക് ടച്ച് ഉണ്ടാണോ? ഓൻ പറയുന്നതാണ് തങ്ങന്മാർ ഇതൊന്നും ഒരു പ്രത്യേക കൗമില്ല, എല്ലാവരും തങ്ങന്മാർ തന്നെ, ഞാനും തങ്ങോ, നിങ്ങളും തങ്ങോ, ലാൽ കൃഷ്ണ അഡ്വാണിയാണ് തങ്ങോ. അഡ്വാണിനെ മാത്രമല്ല, കല്യാൺ സിംഗിനെയും കൂട്ടിനോ, അതല്ലേ രസം. ഓൻ ബദ്രീങ്ങളെ പേരെന്ന് വിചാരിച്ചു ഞാൻ. തങ്ങന്മാര് പരീക്ഷിക്കുന്നതാണോ ഓന്? ഇങ്ങനെയെല്ലാം പറഞ്ഞവർ ബുക്കുകളായ ബുക്കുകൾ, ലേഖനങ്ങളായ ലേഖങ്ങൾ, പുസ്തകങ്ങളായ പുസ്തകങ്ങളിൽ മുഴുവനും ഈ ലോകത്തോടവർ പച്ചക്ക് പറഞ്ഞു തങ്ങന്മാറില്ല. തങ്ങന്മാറ് എന്ന വിശ്വാസം ഷിയാക്കളുടേതാണ്. തങ്ങന്മാറുണ്ട് എന്ന വിശ്വാസം അത് തെറ്റാണ്. അങ്ങനെ ഒരു വിഭാഗമേ ഇല്ല. എന്നാ കേട്ടോ, ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, അതേ തങ്ങന്മാർ എന്നുള്ള വിഭാഗം ലോകത്തിന്റെ നിലനിൽപ്പാണ്. മുസ്തഫായ നബി തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, തറക്തു ഫീക്കും സക്കലൈൻ, നിങ്ങൾക്ക് ഞാൻ 2 കാര്യം ഇട്ടേച്ചു പോകുന്നു. മദീനത്തെ മണ്ണിൽ ഞാൻ അന്തി ഉറങ്ങാൻ വേണ്ടി പോന്നതിനുമില്ല. 63ാമത്തെ വയസ്സിൽ ഞാൻ ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ കയ്യിൽ 2 ഘനപ്പെട്ട കാര്യം തന്നിട്ട് പോന്നെയാണ്. ചില്ലറ കാര്യമില്ല. 2 വിശേഷപ്പെട്ട ഘനപ്പെട്ട പവറുള്ള നല്ല ഗ്രിപ്പുള്ള 2 കാര്യം. ആ 2 സംഗതി നിങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ, അതിനെ നിങ്ങൾ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ, ആ 2 കാര്യം നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചാൽ നിങ്ങൾ പരാജയപ്പെടില്ല, നിങ്ങൾക്ക് നഷ്ടം വരില്ല, നിങ്ങൾ വഴിപിഴക്കില്ല. ഏതറിയുമോ ആ 2 കാര്യം? നിങ്ങളെ കയ്യിൽ ഞാൻ ഇട്ടേച്ചു പോകുന്ന ഘനപ്പെട്ട ബലപ്പെട്ട ആ 2 സംഗതികൾ ഏതറിയുമോ? കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനാണ്. അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം, അത് പാരായണം ചെയ്യുന്ന കാലത്തോളം, അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം, അത് പഠിപ്പിക്കുന്ന കാലത്തോളം, ആ ഖുർആനിലുള്ളതുപോലെ അനുസരിച്ച് ജീവിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപടക്കില്ല, പരാജയപ്പെടില്ല. കാരണം അത് അല്ലാഹുവിന്റെ കലാമാണ്. അത് രാജാതിരാജനായ റബ്ബിന്റെ വാക്കാണ്. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഏറ്റവും നല്ല വാക്ക് അല്ലാഹുവിന്റെ വാക്കാകുന്ന ഖുർആനാണ്. ആ ഖുർആന് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് ഒരാളെയും പേടിക്കേണ്ടി വരല, ബേജാറാവേണ്ടി വരല, ഒരിടത്തും നിങ്ങളെ കാല് പതറാല, മുട്ടുപിറക്കാല. 2ാമത്തെ കൂട്ടരാരറിയുമോ? അഹ്ലു ബൈത്തി, എന്റെ കുടുംബമാണ്, എന്റെ തങ്ങന്മാരാണ്, എന്റെ സയ്യിദുമാരായ അഹ്ലു ബൈത്താണ്. അവരെ മുറുകെ പിടിച്ചോളൂ, അവരെ നല്ലോണം ആദരിച്ചോളൂ, അവരെ പിന്നില് കൂടിക്കോളൂ, അവരെ നല്ലോണം പിരിശം വെച്ചോളൂ. ഷഫീഉൽ വറാ റസൂലുള്ളാഹ്. ഞങ്ങൾ ഈ നാടിന്റെ ഏറ്റവും വലിയൊരു സൗഭാഗ്യവും തന്നെയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മഹാന്മാർ കിടക്കുന്നുണ്ട്, ഔലിയാക്കന്മാർ മറപെട്ട് കിടക്കുന്നുണ്ട്, മഹാന്മാർ മറപെട്ട് കിടക്കുന്നുണ്ട്, ഉറൂസുണ്ട്, ആണ്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ തുകലടക്ക നാടിനെ സംബന്ധിച്ച് അല്ലാഹു തആല നമുക്ക് ചെയ്ത, ഈ മണ്ണിന് ചെയ്ത ഏറ്റവും വലിയൊരു ബർക്കത്ത്, ഇവിടെ കിടക്കുന്നത് കേവലം ഒരു വലിയല്ല, കേവലം ഒരു പണ്ഡിതനല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ചോരയാകുന്ന മുത്തായ തങ്ങളാണ്. അല്ലാഹു മഹാനരുടെ മദതും ബർക്കത്തും നമുക്ക് 2 ലോകത്തും നൽകട്ടെ.
ആമീൻ ചൊല്ലേ. അല്ലാഹു മഹാനരുടെ പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവിടത്തോടുള്ള മഹബ്ബത്തും സുഹബത്തും മഅയ്യത്തും എല്ലാം അല്ലാഹു നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർ വേണ്ടപ്പെട്ടവർക്ക് അല്ലാഹു ധാരാളം നൽകി അനുഗ്രഹിക്കട്ടെ. വയല് കേൾക്കണോ? അർജന്റ് പോവാനില്ല, തിരക്കില്ല, കുറച്ചു നേരം വയല് കേൾക്കൊന്നെ വേണോ, ദുആക്ക് ആമീൻ ചെല്ലന്നെ വേണോന്ന് ആഗ്രഹിച്ചിട്ട് ആരെങ്കിലും അപ്പുറപ്പുറം നിൽക്കുന്നെങ്കിൽ ഇടന്നിരുന്നോളി. കാരണം നാട് ഫുള്ള് ദുകളെടുക്ക, സ്വർഗത്തിന്റെ തോപ്പ് ഇത് മാത്രം. ഇങ്ങ് വരി, അർജന്റ് പോണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. എന്നിട്ട് ഞാൻ വിളിച്ചെല്ലാം ചെറ്റ് വരുന്നവർ ബാക്ക് അടിക്കുകയും വേണ്ട, അങ്ങനത്തെ ഒരു ഈഗോയും വേണ്ട. ഏതായാലും വരണം ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇരിക്കും, തിരക്കുള്ളവർക്ക് പോവാ. നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ബേജാറാണ്. കുറെ കസാര എല്ലാം കാലിയുണ്ട്. ഏതായാലും ഇരിക്കുന്ന നിങ്ങളോട് പറയട്ടെ, സംഘാടകരട്ട കസാര ഒരു ഇഞ്ച് പോലും തൊടാൻ നിൽക്കണ്ട, അനക്കാൻ നിൽക്കണ്ട. നിങ്ങൾ എതിർത്ത കസാര കാലി കാണുന്നെങ്കിൽ മെല്ലെ എണിച്ചിട്ട് എതിർക്കരുത്. നിങ്ങളെ മുമ്പിലെ കസാര കാലി ഉണ്ടെങ്കിൽ ബാക്കിലുള്ള ആറും മെല്ലെ എണീച്ചിട്ട് എതിർക്ക് വരിയെന്ന്. അയാൾ പോന്നാ നീ ഇയാൾ നോക്കുന്നു. നാളെ കബറിലേക്ക് പോകുമ്പോ അങ്ങനെ നോക്കിയെങ്കിലായി മെല്ലെ ആരെങ്കിലും വരുന്ന ആരാന്ന് ഒന്നിച്ചിട്ട് എനിക്ക് മുമ്പിൽ കസാര കാലി ഉണ്ടെങ്കിൽ എനിക്ക് കസാര കാലി കാണാൻ കഴിയ. ഞാൻ ഓരിൽ തന്നെ വന്നിട്ട് എതിരിലിരിക്കാൻ ചെല്ലട്ടി. ഞാൻ ഓരോട് തന്നെ വരുന്നവരോട് തന്നെ നിങ്ങളെ എതിർക്കന്നെ ബെരിയും ഞാൻ ചെല്ലട്ടിയതിന്. അതിന് സ്വഭയോളം ദമ്മതൊക്കെ ഇട്ടെങ്കിലും ഓർ എതിർക്ക് വരാല. കാരണം എന്തേ, ഇത് ഡേ നൈറ്റ് മാച്ച് അല്ല, ഇത് ഫെഡ് ലൈറ്റ് മാച്ച് അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ദമ്മതൊക്കെ ഇടണമെന്നില്ല, എല്ലാവരും മതി എതിരിലേ ഇരിക്കും അത്ര. അത് മുറ്റായിനെങ്കിൽ ഈ സ്റ്റേജ് മതിയാട്ടിയ. പിന്നെ ഇങ്ങനത്തെ സ്റ്റേജ് അല്ലാകുമ്പോ, ഇങ്ങനത്തെ സദസ്സാകുമ്പോ അത് എല്ലാവർക്കും വരാനും കഴിയില്ല. തങ്ങളവர்கள் പറഞ്ഞതുപോലെ, നേരത്തെ മഹാനരായ സൈനുൽ ആബിദീൻ തങ്ങൾ പറഞ്ഞതുപോലെ, സൂചിപ്പിച്ചതുപോലെ, ഇത് ചെറിയ മജ്ലിസ് അല്ല, ഇതൊരു ഇൽമിന്റെ മജ്ലിസാണ്. ചെറിയ കിടക്കല്ലോ ഉറങ്ങട്ടെ, ഇതിന് വലിയ കാര്യം ആക്കണ്ട. ഒരു ദിവസങ്ങളായി ഉറക്കല്ലോ ഒയ്യുന്നു, പിന്നെ ചെറിയ പൈതങ്ങളല്ലേ, ഇനി ഇഷാർത്താക്കിയിട്ട് ഷൊറാക്കാൻ നിൽക്കണ്ട. പിടി എന്നെ ശ്രദ്ധി. എനിക്ക് വയൽ പറയുമ്പോൾ കുറച്ച് വിശ്വാസമല്ല എന്ന് നിങ്ങൾ ബേജാറാക്കിയിട്ടുണ്ട്. എനിക്കെന്തോ ആടാൻ കഴിയാ, അനങ്ങാൻ കഴിയാ, അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ട് ചെറിയ. ഇപ്പൊ തുടങ്ങി 4-5 നാളെ എത്ര മുന്നൊന്നും ഇല്ല. ശരിയാവും ഇൻഷാ അല്ലാഹ്, ദ്വാരത്തിട്ടെല്ലാം വന്നിനിയായി. ഏതായാലും അൽഹംദുലില്ലാഹ്, ഇതൊരു ലോക്കൽ പരിപാടിയല്ലല്ലോ, ഇതൊരു മാമൂല് പരിപാടിയല്ല. അങ്ങനെ ആരും കരുതണ്ട. മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, 1 മണിക്കൂർ അള്ളാന്റെ ഫിക്റിലായി, അള്ളാന്റെ ദീനി ദഅവത്തിന്റെ മേഖലയിൽ ഇൽമിന്റെ ചർച്ചയിലായി ആരെങ്കിലും ഒരാൾ ചെലവഴിക്കുന്നുവെങ്കിൽ അത് 1000 റക്അത്ത് മുത്തലഖായ സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ അള്ളാന്റെ അടുക്കൽ കൂലിയുള്ള അമലാണത്. ഈ 1 മണിക്കൂറിന്റെ ഇരുത്തം എന്റെ ഉമ്മമാരെ കേൾക്കണോ, പിരിശപ്പെട്ട പങ്ങളെ കേൾക്കണോ, പൊന്നു മുസ്ലിമെ കേൾക്കണോ. ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വെറുതെ വാറോല പറയുന്നതല്ല. നിങ്ങൾ എങ്ങനെങ്കിലും വലിച്ചോണ്ട് വന്നിട്ട് ഇവിടെ ഇരുത്തോണോ എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്തത് പറയുന്നതല്ല. റവാഹു ഇബ്നു മാജാ ബിസ്നാദിൻ ഹസൻ, സ്വഹീഹായ പരമ്പരയിലൂടെ ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. അന്നബി ദർ, അബൂ ദർ തങ്ങളെ തൊട്ടുള്ള ഹദീസ്. മുസ്തഫ നബി തങ്ങൾ പറയുകയാണ്, ലഅൻ തഅദുവാ ഫതഅല്ലമ ബാബൻ മിൻ കിതാബില്ലാഹ് വഫീ റിവായത്തിൻ മിൻ ഇൽമില്ലാഹ് ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ അൽഫ റകഅ. അതേ നേരം വെളുത്തട്ടെ, സുബഹിക്ക് നീ അങ്ങ് ഉറക്കമുണർന്നതിന്റെ ശേഷം, നേരം വെളി പൊട്ടിയതിന്റെ ശേഷം, സുബഹി സൂര്യൻ ഉദിച്ചതിന്റെ ശേഷം നീ അള്ളാന്റെ ദീന് പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട്, അള്ളാന്റെ ഇൽമ പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട്, ഇതുപോലെയുള്ള ഇൽമിന്റെ മജ്ലിസുകൾ തേടിപ്പോയിട്ട് നീ അതാ 1 മണിക്കൂർ എങ്ങാനും ഇൽമ പഠിക്കാനും കേൾക്കാനും നീ ചെലവഴിച്ചാൽ, ഇൽമിന് വേണ്ടി നീക്കി വെച്ചാൽ, ഉമ്മ കേട്ടോ പെങ്ങള് കേട്ടോ, ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ അൽഫ റകഅ. അത് നിങ്ങൾക്ക് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ കൂലിയുള്ള അമലാണത്. ഈ പള്ളിയിലാകട്ടെ ഏത് പള്ളിയിലാകട്ടെ 1000 റക്അത്ത് മുത്തലഖായ സുന്നത്ത് ഒരാൾ നിസ്കരിക്കുന്നു, ഒരു ഉമ്മ നിസ്കരിക്കുന്നു, ഒരാണ് നിസ്കരിക്കുന്നു, ഒരു പെണ്ണ് നിസ്കരിക്കുന്നു. 1000 റക്അത്ത് നിസ്കരിക്കുമ്പോ 2000 സുജൂദുണ്ട്. ഇല്ലേ? 1000 റക്അത്ത് നിസ്കരിക്കുമ്പോ എത്ര സുജൂദ് ഉണ്ടല്ലേ? ഇങ്ങെന്തും മുണ്ടുന്നില്ല, ഭയങ്കര ബേജാറ്.
നിങ്ങൾ തലല്ലാട്ടണോ? ഇടക്കിടക്ക് ഞാൻ കേൾക്കുന്നതിന് ജവാബല്ല ചൊല്ലണോ? നിങ്ങൾ വായി വളർന്നിട്ട് കേൾക്കോ? ഈ സുപ്പേന്ദ്രന്റെ പാട്ടൊന്നും അല്ല ഇത്. ഇതെന്തെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നോണ്ടുള്ളത് അതറിയെങ്കിൽ ഞാൻ ഇത്ര നേരം ചൊല്ലിക്കൊണ്ട് വന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ചോദിച്ച് ഇട്ട തന്നെ എന്താണിത്? ഇത് അങ്ങടെ കാത് തുറന്നിട്ട് കേൾക്കാനുള്ളതല്ല, ഇത് വായി വളർന്നിട്ട് കേൾക്കാനുള്ളതല്ല, ഇത് തോന്നുമ്പോ വരാനും വിചാരിക്കുമ്പോ എണീച്ചിട്ട് പോകാനുള്ള മജ്ലിസ് അല്ല. ഇതിനോട് നല്ല അതും ബഹുമാനവും വേണോ? ഇതെന്തെന്ന് ഞങ്ങൾ ആദ്യം പഠിക്കണോ? ഇതൊരു പൈസാക്കാനുള്ള പരിപാടിയല്ല, ഇതൊരു മാമൂലാചാരമല്ല, ഇത് വള്ളി ഒരു ടൈം പാസ് അല്ല. അങ്ങനെ ഒരു കരുതൽ. ഇതിന്റെ മഹത്വം എന്ത്? 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോ എത്ര സുജൂദ് ഉണ്ടായില്ലേ? ആരും മുണ്ടും ഇങ്ങനെ ഒരു ഫിക്കർ. മൂന്നാമത്തെ ദുനിയാവിൽ ഇങ്ങനെ ഇത്ര ടെൻഷൻ ആക്കുന്നതെന്ന് ഇത് കപ്പള് മുങ്ങിന. ഇന്നല്ല അങ്ങനെ നാളെ പോണോ? പൈസക്കാരനും പോയി. ഇത് കണ്ടില്ലേ ഇന്ന് സുബൈക്ക് മറ്റേന്ന് നടക്കുന്ന സനദ് ദാന മഹാസമ്മേളനത്തില്, ഇതുപോലെയുള്ള വലിയ സമ്മേളനത്തില്, പട്ടിക്കാട് കോളേജിൽ പഠിച്ചിട്ട് പാസ്സായിട്ട് മറ്റേന്ന് നടക്കുന്ന പരിപാടിയില് വോട്ട് വാങ്ങിയിട്ട് ഫൈസിയായിട്ട് പുറത്തിറങ്ങി വരേണ്ട പണ്ഡിതനായ ഉസ്താദ്, ആലിമായ ഉസ്താദ്, ഫൈസിയാവാൻ വേണ്ടി സനദ് വാങ്ങാനിരുന്ന ഉസ്താദ് ഇന്ന് ആക്സിഡന്റിൽ പെട്ട് മരണപ്പെട്ടു. അയാള് പാടിയ നല്ല നല്ല പാട്ടുകൾ ഇന്നും ബാക്കിയുണ്ട്, പക്ഷേ പാടിയ ആള് ബാക്കിയില്ല. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അല്ലാഹു മഅഫറത്ത് റഹ്മത്ത് നൽകട്ടെ. ആമീൻ ചൊല്ല്. ആ കുടുംബത്തിനുള്ള ക്ഷമ നൽകട്ടെ. അങ്ങനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് അല്ലാഹു ഞങ്ങളെ സലാമത്താക്കട്ടെ, അല്ലാഹ് കാക്കട്ടെ. 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോ എത്ര സുജൂദുണ്ട്? 2000. നല്ല ഉഷാറിലെ ചൊല്ലണോ? ഇൽമിന്റെ മജ്ലിസിൽ തന്നെ ഏറ്റവും നല്ല ഉഷാറ് വേണ്ടി ഒരു അനക്കം, ഒരു ജിഗർ, ഒരു എന്താ പറയാ, ഒരു ലവളവിക്ക് അല്ല. അങ്ങനെ കന്നഡ അങ്ങനല്ലേ? ഇനി കന്നഡ, മലയാളി, ഇന്ത്യ, മലയാളം. പിന്നെ നെല്ല് കേട്ടിരുന്ന കാര്യം എന്നെ പോലെ അല്ലെ? ഒരു റാഹത്ത്. ഇത് വേണ്ടേന്ന് ഒട്ടാരെ വന്നിട്ടായി ഇനി ഇയാൾ എണിക്കനും വിടുന്നില്ലേ? എങ്ങനെ കുറിച്ച് തേർന്നങ്ങ് മതി. സലാത്തുള്ള സലാമുള്ള ചെല്ലെങ്കിൽ ആവേല. ഇത് അങ്ങനത്തെ ഏർപ്പാടല്ല, ഇത് അതിനുള്ളതല്ല. 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ 2000 സുജൂദുണ്ട്. എന്നാൽ മുസ്തഫ നബി തങ്ങൾ പറയുന്നു, അങ്ങനെ 2000 സുജൂദ് ചെയ്തിട്ട് അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന 1000 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിനേക്കാളേറെ അല്ലാഹുവിന്റെ അടുക്കൽ കൂലിയുള്ള അമല, അല്ലാഹുവിന്റെ അടുക്കൽ പോരിശയാകപ്പെട്ട അമല, ഇഷ്ടപ്പെട്ട അമല ഏതറിയുമോ? ഈരുത്തമാണ്. ഈ മജ്ലിസിന്റെ 1 മണിക്കൂർ ചെലവഴിക്കലാണ്. ഖാല റസൂലുള്ളാഹ്. അതുകൊണ്ടാ പറഞ്ഞ ഉമ്മമാരെ, സഹോദരിമാരെ, അവിടെ ഇരുന്നിട്ട് നിങ്ങളെ സ്വകാര്യ സംസാരം പാടില്ല, അവിടെ ഇരുന്നിട്ട് നിങ്ങളെ സുഖവിവര വർത്തമാനം പാടില്ല. ഈ 1.5-2 മണിക്കൂർ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് കണഗുണ വിഷയാക്കാൻ പറ്റില്ല, നിങ്ങളെ സ്വകാര്യ വിഷയം പറ്റില്ല. കാരണം നിങ്ങൾ ഇരുത്തുന്ന വലിയൊരു ഇബാദത്തിലാണ്. നിങ്ങളെ ഇരുത്തം, ഈ നോട്ടം, ഈ ചിന്ത, ഈ പറച്ചല്, ഇത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയൊരു അമലാണ്. അല്ലാഹു നല്ല മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളിൽ നിന്നിട്ട് അല്ലാഹു കബൂലാക്കട്ടെ. പറഞ്ഞെനിക്കും കേട്ടവർക്കും അല്ലാഹു ഉപകാരപ്പെടുത്തട്ടെ. ഈ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞുപോയാൽ മണ്ണറയാകുന്ന ഖബറിലേക്ക് ഞങ്ങൾ നാളെ എത്തിക്കഴിഞ്ഞാൽ, ആരാരുമില്ലാത്ത ഖബറാകുന്ന വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബാക്കിയായിരിക്കുക എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. കാരണം മരണമാലാകവന്റെ തലക്ക് മുകളിലാണ്. എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. ഏത് സമയത്തും അല്ലാഹുവിന്റെ വിളിയാളം വരാം, ഏത് കോലത്തിലും അല്ലാഹുവിന്റെ വിളിയാളം വരാം, ഏത് മണ്ണിൽ വെച്ചിട്ടായാലും അല്ലാഹുവിന്റെ വിളിയാളം വരാം. വെള്ളിയാഴ്ച ഖുതുബ ഓതിക്കൊണ്ടിരുന്ന ഖതീബ് ഉസ്താദ് ഖുതുബ ഓതിക്കൊണ്ടിരിക്കെ മിമ്പറിൽ വെച്ചിട്ട് മരണപ്പെട്ടതുണ്ട്. ഇതുപോലെ പ്രസംഗപീഠത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കെ പ്രസംഗം തീരുന്നതിന്റെ ഇടയിൽ പ്രസംഗിച്ച പ്രഭാഷകരായ പണ്ഡിതനുണ്ട്. ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കെ ഗോൾ പോസ്റ്റിലേക്ക് അടിച്ച ഗോൾ എത്തുന്നതിന് മുമ്പ് റൂഹ് പിരിഞ്ഞുപോയ കളിക്കാരനുണ്ട്. അമ്മിക്കല്ലിലിട്ടിട്ട് മളവും പുളിയും അരിയും മരച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മ, അമ്മിക്കല്ലില് തുണിയും മുടിയും കുടുങ്ങിയിട്ട് മരണപ്പെട്ട
മകരരംഗമുണ്ട്. രാത്രി നേരെ കിടന്നുറങ്ങിയ ഉമ്മയും മക്കളും സുബ്ഹാനല്ലാഹ് നേരം വെളുക്കുന്നതിന് പിന്നെ ഗ്യാസ് പൊട്ടിയിട്ട് സ്റ്റൗ പൊട്ടിയിട്ട് മരണപ്പെട്ടു പോയ ചരിത്രമുണ്ട്. അപകട രൂപത്തിലായി, മാരകമായ രോഗങ്ങളുടെ കിടപ്പിന് പിടിയിലായി, ഏതെല്ലാം കോലത്തിലായിട്ട് ഞങ്ങളെ മരണം ലോകത്ത് സംഭവിക്കുന്നു. അല്ലാഹു കാക്കട്ടെ. അങ്ങനെ മരണം സംഭവിക്കുന്നതിന് മുമ്പ് പരിമിതമായ ആയുസ് മാത്രമാണ് നമുക്കിവിടെ അല്ലാഹു നൽകിയത്. നീണ്ടകാലത്തെ ജീവിതമില്ല. നീ 1000 രാത്രി പോയിട്ട് ജിമ്മ് കളിച്ചാലും 10,000 ലിറ്റർ നീ അജമാംസ രസായനം കുടിച്ചാലും നിനക്ക് അല്ലാഹു കാലാകാലം ജീവിക്കാനുള്ള ആയുസ് തരല. ആ കസാല ഒന്ന് ബാക്കിൽ നിന്ന് ഇട്ട് ഓടിക്കുക അല്ലെ, കുറെ ബാക്കിലിടണ്ട്, സൈഡിൽ ഇങ്ങനെ ഇട്ടോണ്ട് വരും. അത് വരുന്നവർക്ക് കാണുന്ന സൈഡിൽ തന്നെ ഇട്ടെന്നല്ലേ, എല്ലാം എടുക്കണ്ട, ഒരു കുറച്ച്. എല്ലാവരും എണീക്കുകയും വേണ്ട, ഒരു 2-3 ആൾ മതി. ഒന്നൊന്ന് കൊണ്ടുവരണ്ട, ഒരിക്കൽ കൊണ്ടുവരുമ്പോ 2-3 ആൾ എടുത്തോണ്ട് വരും. അള്ളാഹു ഞങ്ങളെ മജ്ലിസ് കബൂലാക്കട്ടെ. ഒരുപാട് വിഷമങ്ങളും ബേജാറുകളും രോഗങ്ങളും സാമ്പത്തികമായ പ്രശ്നങ്ങൾ, കടങ്ങൾ, കാര്യങ്ങളും എല്ലാമായിട്ട് ഇരിക്കുന്ന പലരും ഇവിടെയുണ്ട്. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും മുഅ്മിനീങ്ങളെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഈ ഗേറ്റ് കടന്നിട്ട് പോകുന്നതിന് പിന്നെ അള്ളാഹു തീർത്തു തരട്ടെ. അള്ളാഹു എല്ലാ ബേജാറും നീക്കിത്തരട്ടെ, എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. എല്ലാ നിലക്കുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് അള്ളാഹു